ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടുകാരുടെ കൂടെ ഒരു ഔട്ടിംഗ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ടുള്ള ഒരു ഔട്ടിങ് ഞാൻ വ്ളോഗ് ആക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ വ്ളോഗ് ആക്കുന്നത്. ഈ നടന്നു വരുന്ന കറുത്തപ്പറതക്കാരിയാണ് എൻ്റെ പോരാളി, എൻ്റെ സ്വന്തം ഉമ്മി. റെഡ് ചുരിദാർ എൻ്റെ അമ്മായിയാണ് കേട്ടോ. എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്ക് പോകണം, കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഉമ്മീനെ കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. പക്ഷേ എനിക്ക് ലീവിൻ്റെ പരിമിതി മൂലം അതിനൊന്നും സാധിക്കാറില്ല, അല്ലെങ്കിൽ അതിനൊന്നും സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ലീവ് ഉണ്ട്. കൂടെയുള്ള പ്രോപ്പർട്ടീസ് മൊത്തം അമ്മായിയുടെയും പിന്നെ എൻ്റെ സ്വന്തം ഇത്തത്താടിയാണ് കേട്ടോ. ഈ ഇരിക്കുന്ന പ്രോപ്പർട്ടി എൻ്റെ ഇത്തത്താടെ രണ്ടാമത്തെ പ്രൊഡക്ഷനാണ്. ഇതിപ്പോൾ ഞങ്ങൾ പോയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്കാണ്. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മറീസ് കൂടി അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള തന്നെ ആയിരിക്കണ്ടോ. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇത്ര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനുണ്ടാക്കിയ എൻ്റെ കാശിന് എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉമ്മാനും എൻ്റെ ഇത്താനും കൊച്ചുങ്ങളെയും പിള്ളേരൊക്കെ കൂട്ടി ഇതുപോലൊക്കെ ഒന്ന് പുറത്തു പോവുക, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഭയങ്കരമായിട്ട് ഞാൻ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഉമ്മാക്കാണെങ്കിലും എൻ്റെ ഇത്താക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ ഏത് ഫാമിലി മെമ്പേഴ്സാണെങ്കിലും അമ്മായിമാരോ അല്ലെങ്കിൽ മൂത്തുമ്മയോ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് അവർ പറയാനിഷ്ടമുള്ളൊരു കാര്യം അത് സൂര്യ ചെയ്തു. എന്നെ അവരെങ്ങനെയാണ് കേട്ടോ വിളിക്കുക, സുഹരി. അങ്ങനെയാണ്, അവളാണ് ചെയ്തത്, അല്ലെങ്കിൽ അവളാണ് കൊണ്ടുപോയത്, അവളാണ് വാങ്ങിത്തന്നതെന്നൊക്കെ പറയാൻ അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളിത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ നിൽക്കുന്ന മുണ്ടെടുത്ത ആളില്ലേ, അതാണ് എൻ്റെ അളിയൻ, എൻ്റെ ഇത്താടെ ഹസ്ബൻഡ്. എനിക്കെന്നെ സ്വന്തം ബ്രദറിനെ പോലെ തന്നെ. അളിയനെ എൻ്റെ പാവം പിടിച്ചൊരു മനുഷ്യൻ. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ഓടിപ്പോയ കാണാൻ ഏകദേശം എന്നെ പോലെ ഇരിക്കുന്നവനാണ് അളിയൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ. ആ മുകളിലിരിക്കുന്നതാണ് രണ്ടാമത്തത്. കുരുത്തക്കേടിന് കയ്യും കാലും വെച്ചൊരു സാധനമാണ്. പിന്നെ ഇത് ഞാൻ കാക്കോട്ടുള്ളൊരു അമ്മായിയാണ്, എൻ്റെ ഉമ്മയുടെ ഒറ്റ ബ്രദറിൻ്റെ വൈഫാണ്. അമ്മായിയുടെ മൂന്നാമത്തെ പ്രൊഡക്ഷനായിരുന്നു ആ ബ്ലാക്ക് ഷർട്ട്. അമ്മായിക്ക് ഇനിയും 2 ഉണ്ട് കേട്ടോ മുകളിൽ. അമ്മായിയാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്തും ബാക്കിയുള്ള എല്ലാ പിള്ളേരുടെ അടുത്തും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് എന്ത് കാര്യവും ഓപ്പണായിട്ട് അമ്മയുടെ അടുത്ത് പോയി പറയാം. വേണമെങ്കിൽ ഇടി പൊടിന്ന് വിളിച്ചാലും പുള്ളിക്കാരി ആ ഒരു ലെവലിൽ അത് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കത്തുള്ളൂ. ഒരു ചെറിയ ഫാമിലി ഒന്നും അല്ല കേട്ടോ എൻ്റെ. എനിക്കൊരു മൂത്തുമ്മയുണ്ട്, ഒരു കുഞ്ഞുമ്മയുണ്ട്, അവരെ ഹസ്ബൻഡ്, ഇപ്പം എൻ്റെ മാമ, അവരെ പിള്ളേർ, പിന്നെ എൻ്റെ വാപ്പാടെ പെങ്ങന്മാർ, അവരുടെ ഹസ്ബൻഡ്സ്, അവരുടെ മക്കൾ, അങ്ങനെ വലിയൊരു ഫാമിലിയാണ് എൻ്റേത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ്. കാരണം എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അത്രയും ഹാപ്പി ആവാറുണ്ട്. ഇത് നമുക്ക് ഫാമിലിക്കായിട്ട് വരാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പോട്ടാണ് കേട്ടോ. എനിക്ക് ലൊക്കേഷനും ഈ സ്ഥലത്തിൻ്റെ പേരും ഞാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്കത് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. എനിക്കും അമ്മായിക്കും ഇച്ചിരി ചെടിപ്രാന്തുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ റൂട്ടിലേക്ക് ഇങ്ങ് നീങ്ങി, ബാക്കിയുള്ളവരൊക്കെ ഏതോ വഴിക്ക് പോയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് നീങ്ങാമെന്ന്.
ആണെങ്കിൽ ഫാമിലീനെ ഒന്ന് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പരിചയപ്പെടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കും വരയ്ക്കും. വണക്കം, ബൈ, ടാറ്റാ, ലവ് യു, മാ.